നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോ സുരേഷ് ഗോപി അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാകാനുള്ള തിരക്കിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഗോകുലും മാധവും. സുരേഷ് ഗോപിയുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ്. എന്നാൽ പലപ്പോഴും വിമർശനങ്ങളും മാധവിനെതിരെ വരാറുണ്ട്. ചിലർ മാധവ് ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ മാധവ് അഹങ്കാരിയാണെന്ന് വിമർശിക്കുന്നു. താരപുത്രന്റെ സംസാര രീതിയെയാണ് വിമർശകർ എതിർക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയും സുരേഷ് ഗോപിയുടെ മകൻ മാധവും തമ്മിൽ വിവാഹം ഉറപ്പിച്ചു എന്നാണ്. ഇപ്പോഴിതാ മാധ്യമങ്ങളിൽ സെലിബ്രിറ്റീസിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എഴുതിവിടുന്ന ഗോസിപ്പുകളോടുള്ള അതൃപ്തിയെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മാധവ് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. താരത്തിന്റെ പേരിൽ ഇക്കാലയളവിൽ നിരവധി ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടുണ്ട്. ചിലതിനൊക്കെ സോഷ്യൽ മീഡിയ വഴി ഉടനടി മാധവ് മറുപടി നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന ഓരോ കാര്യവും വായിക്കുമ്പോഴും ആദ്യം ഞാൻ ചിന്തിക്കും, ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്നും ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നും. നമ്മളെക്കുറിച്ച് വരുന്ന വാർത്തകൾ വായിച്ചാൽ തന്നെ അറിയാൻ കഴിയും അതിലെത്രത്തോളം സത്യമുണ്ട് ഇല്ലയോ എന്ന്. നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്നെപ്പറ്റി വരുന്ന കൂടുതലും വാർത്തകളിലും 1% പോലും സത്യമില്ല. ഒരു ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ, എൻ്റെയും എൻ്റെ സുഹൃത്തായ മീനാക്ഷിയെയും ചേർത്ത് വന്ന വാർത്തകൾ. ദിലീപ് അങ്കിളിൻ്റെ മകളാണ് മീനാക്ഷി. എത്ര തവണയാണ് മാധ്യമങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തിയത്? ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണ്, അതിനു മുകളിൽ മറ്റൊന്നുമില്ല. പക്ഷേ നാട്ടുകാരിലേക്ക് മാധ്യമങ്ങളിലൂടെ എത്തുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അവൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രമാണ്. എൻ്റെ സൗഹൃദങ്ങൾ വലിയ വില നൽകുന്നയാളാണ് ഞാൻ. ഇത് മാത്രമല്ല, പലരുമായും ചേർത്തും ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ ആദ്യം സമാധാനത്തിലിരുന്ന് തീരുമാനിച്ചോട്ടെ, അല്ലെങ്കിൽ സമാധാനത്തിലിരുന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള സാവകാശം എനിക്ക് പോലും കിട്ടിയിട്ടില്ല എന്നാണ് മാധവ് പറഞ്ഞത്. സുരേഷ് ഗോപിയും കുടുംബവും ദിലീപിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയായപ്പോൾ എല്ലാ ചടങ്ങുകളിലും സജീവമായി ദിലീപും മീനാക്ഷിയും കാവ്യയും എല്ലാം പങ്കെടുത്തിരുന്നു. അതിനു മുൻപും ദിലീപിനും മീനാക്ഷിക്കും ഒപ്പം നിൽക്കുന്ന മാധവിന്റെ ഫോട്ടോകൾ പ്രചരിച്ചിരുന്നു. അതോടെയാണ് മീനാക്ഷിയുമായി മാധവിനെ ചേർത്ത് റിലേഷൻഷിപ്പ് ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത്. അറിവ് വെച്ച കാലം മുതൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനാൽ കഴമ്പില്ലാത്ത വാർത്തകൾ മീനാക്ഷി മുഖം കൊടുക്കാൻ പോലും നിൽക്കാറില്ല. പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് മാധവ് അഭിനയിച്ചു തുടങ്ങിയത്. ഇതിനോടകം 2 സിനിമകളിൽ അഭിനയിച്ചു. ഒന്നിൽ നായകനും മറ്റൊന്നിൽ സപ്പോർട്ടിംഗ് റോളുമാണ് ചെയ്തത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു അഭിപ്രായമല്ല പ്രേക്ഷകരിൽ നിന്നും മാധവിന് ലഭിച്ചത്. പലരും താരപുത്രന്റെ അഭിനയത്തിൽ അസംതൃപ്തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രോളുകളും പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാത്തിനെയും പ്രാക്ടിക്കലായി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സിനിമകളുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മാധവ് ഇപ്പോൾ. അംഗം അട്ടഹാസമാണ് മാധവിന്റെ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ. തിരുവനന്തപുരത്താണ് അംഗം അട്ടഹാസം സിനിമ മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത്. 75ഓളം ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു. ത്രില്ലർ സിനിമയാണ്. ഞാൻ മുൻപ് ചെയ്ത JSK ആണെങ്കിലും കുമ്മാട്ടിക്കളി ആണെങ്കിലും റിലീസിന് മുൻപ് ഞാൻ കണ്ടിട്ടില്ല. ഡബ് കട്ട്സ് മാത്രമാണ് കണ്ടത്. കരിയറിൽ ആദ്യമായാണ് മുഴുവൻ ഡബ് ചെയ്ത ശേഷം ഞാൻ ചെയ്ത സിനിമ പ്രിവ്യൂ ഷോ പോലെ സംവിധായകനൊപ്പം ഇരുന്ന് കാണുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ കാലിബർ തെളിയിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. മിഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കാവുന്ന റിസോഴ്സ് എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സിനിമ എൻ്റെ ബാഹുബലിയായി ഈ സിനിമ മാറുമായിരുന്നു. അതേപോലെ ഒരു സിനിമ ചെയ്യാൻ കഴിവുള്ള സംവിധായകനാണ് അംഗം അട്ടഹാസത്തിൻ്റെത്. അടുത്തൊരു രാജമൗലിയോ അതിനു മുകളിൽ ഒരു സംവിധായകനോ ആയും അദ്ദേഹം മാറട്ടെ എന്നാണ് അഭിമുഖത്തിൽ തൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ മാധവ് പറഞ്ഞത്. മാധവ് സുരേഷിനെ നായകനാക്കി സുജിത് എസ് നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് അംഗം അട്ടഹാസം. തലസ്ഥാനത്തെ ഗുണ്ടാപ്പകയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ആണ് ഈ ചിത്രം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അത്ര നല്ല അഭിപ്രായങ്ങളല്ല ചിത്രത്തിന് റിലീസിനപ്പുറം ലഭിച്ചത്. ഈ ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞ ഒരു റിവ്യൂവറുടെ റിവ്യൂവിൽ കമന്റുമായി മാധവ് സുരേഷ് എത്തിയിരുന്നു. ലെൻസ്മെൻ റിവ്യൂസ് എന്ന പേരിൽ മൂവി റിവ്യൂ ചെയ്യുന്ന അശ്വിൻ ഭരദ്വാജിന്റെ റിവ്യൂവിന് താഴെയാണ് മാധവിന്റെ കമന്റ് എത്തിയിരുന്നത്. തമ്പാനൂർ മാർക്കോ എന്ന തമ്പനയിലുമായാണ് അശ്വിൻ ഭരദ്വാജിന്റെ അംഗം അട്ടഹാസം റിവ്യൂ എത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഇംഗ്ലീഷിലുള്ള സോഷ്യൽ മീഡിയ കാർഡിന് താഴെയാണ് മാധവിന്റെ കമന്റ് എത്തിയത്. സത്യസന്ധമായ റിവ്യൂവിന് നന്ദി അശ്വിൻ. ഈ കഥ തുടരുമ്പോൾ ഈ റിവ്യൂവിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റത്തിന് വിധേയമാകുമെന്ന് ഞാൻ കരുതുന്നു. ഇത്തവണയൊഴികെ ക്രിയേറ്റീവ് ടീമിന് വർക്ക് ചെയ്യാൻ ഭേദപ്പെട്ട ഒരു ബജറ്റ് ഉണ്ടായിരുന്നു. നമുക്കിനി 2028 കാണാം. മാധവ് സുരേഷിന്റെ വാക്കുകൾ കമന്റിനൊപ്പം പോര് എന്ന ഒരു ഹാഷ്ടാഗും മാധവ് ചേർത്തിട്ടുണ്ട്. അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുള്ള ഒരാളാണ് മാധവ് സുരേഷ്. മുൻ ചിത്രത്തിലെ പ്രകടനങ്ങളുടെ പേരിൽ അദ്ദേഹം പലപ്പോഴും ട്രോളുകൾക്ക് ഇരയായിട്ടുണ്ട്.
ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന ചിത്രമാണ് അംഗം അട്ടഹാസം. ഷൈൻ ടോം ചാക്കോയും സൈജു കുറുപ്പുമാണ് ചിത്രത്തിലെ മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മക്ബൂൽ സൽമാൻ, നന്ദു, അന്നാരാജൻ എന്നിവർക്കൊപ്പം പുതുമുഖ നായിക അംബികയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സംവിധായകനും നിർമ്മാതാവ് അനിൽകുമാർ ജിയും ചേർന്നാണ്. ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽകുമാർ ജിയും സാമുവൽ മത്തായിയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശിവനസ് സംഗീതാണ്. അതേസമയം തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ചരിത്രപരമായ നിമിഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത നടി തൃഷയുടെ ദൃശ്യങ്ങൾക്കും വിജയ് തൃഷ സൗഹൃദത്തിനും വാർത്തകളിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നതിനിടെ ശ്രദ്ധേയമായ സ്റ്റോറിയുമായി മാധവ് സുരേഷ് രംഗത്തെത്തിയതും വൈറലായി മാറി. തൃഷയുടെ ജന്മദിനത്തിൽ വിജയിച്ച് മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ തന്റെ കണ്ണിലുടക്കിയത് മാതൃദിനത്തിൽ വിജയ് അമ്മയ്ക്ക് നൽകിയ സമ്മാനമാണെന്നാണ് മാധവ് കുറിച്ചത്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മകൻ തന്റെ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവായാണ് മാധവ് ഈ നിമിഷത്തെ വിശേഷിപ്പിക്കുന്നത്. തൃഷയുടെ ജന്മദിനത്തിൽ വിജയ് വിജയിച്ചതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ എന്റെ മുന്നിൽ തെളിയുന്ന ചിത്രം അതല്ല. മാതൃദിനത്തിൽ തന്റെ അമ്മ അഭിമാനത്തോടെ മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. ഈ വാക്കുകൾ അടങ്ങിയ പോസ്റ്ററാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി മാധവ് പങ്കുവച്ചത്. തൃഷയുടെ ജന്മദിനത്തിലെ വിജയാഘോഷത്തേക്കാൾ മാതൃദിനത്തിൽ തന്റെ മാതാവിന് അഭിമാനമായി മാറിയ ഒരു മകനെയാണ് താൻ അവിടെ കാണുന്നത് എന്ന മാധവിന്റെ നിരീക്ഷണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോൾ വേദിയുടെ മുൻനിരയിൽ തന്നെ അമ്മ ശോഭയും അച്ഛൻ SI ചന്ദ്രശേഖരനും ഇടം പിടിച്ചിരുന്നു. ഒരുപാട് അമ്മമാർ സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.